സുഗതനെ സംരക്ഷിക്കാൻ ഈ പാർട്ടി, ഇത് ലോകത്തിന്റെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഇതിൽ ആർക്കും ഒരു സംശയമുള്ള പാടില്ല. അത് സഖാവാണോ, SHO ആണോ, പോലീസിൽ ഒരു മാർക്സിസ്റ്റ് ആണോ, നിങ്ങൾ കൃത്യമായി എന്റെ മെസ്സേജ് പഠിച്ച് മനസ്സിലാക്കണം. സുഗതനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. സുഗതനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാവും. അത് നിയമപരമായി ചെയ്യും. വണ്ടീന്റെ മുകളിൽ കയറിയിട്ട് തല്ലിപ്പൊളിക്കുന്ന രീതി ഞങ്ങൾ ചെയ്യില്ല. ഗിൽറ്റി വെൻ കൺവിക്റ്റഡ്, ഇന്നസെന്റ് ടിൽ പ്രൂവൺ ഗിൽറ്റി. അതാണ് ഇന്ത്യന്റെ സംവിധാനം പറയുന്നത്. അത് ഞങ്ങൾ പാലിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിന്റെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ, ഭാരതം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വി ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, വിത്ത് ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ഒപ്പം, ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി, ഒരു നല്ല ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയം. ഇതാണ് ജനാധിപത്യം. ഞങ്ങൾ മനസ്സിലാക്കുന്ന അതിന്റെ ഡെഫിനിഷൻ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, നാട്ടുകാരുടെ ഭാവി, ഒരു നല്ല ഭാവിക്ക് വേണ്ടി രാഷ്ട്രീയക്കാര് പ്രവർത്തിക്കുക, അധ്വാനിക്കുക. ഇതാണ് ജനാധിപത്യം. അപ്പോൾ എല്ലാ ഇലക്ഷനിൽ ജനങ്ങൾ തീരുമാനിക്കുന്നു, വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് അവസരം കൊടുക്കുന്നു. ഉദാഹരണമായിട്ട് 2004 10 കൊല്ലം ഭരിക്കാൻ കോൺഗ്രസിന്റെ UPA സർക്കാരിന് ഇന്ത്യ രാജ്യത്തിന് ജനങ്ങൾ ഒരു അവസരം കൊടുത്തു. 2016 മുതൽ 2026 നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ CPM-ന് ഒരു അവസരം കൊടുത്തു. 2014 മുതൽ 2026 ഇതുവരെ 14, 19, 24 ഇലക്ഷനിൽ ജനങ്ങൾ നരേന്ദ്രമോദിജി, BJP NDA-ന്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുക്ക് ഒരു അവസരം കൊടുത്തു. അപ്പൊ ജനാധിപത്യത്തിൽ നമ്മളിപ്പോ കഴിഞ്ഞൊരു 5-6 ദിവസം മുമ്പ് അസംബ്ലിയിൽ എനിക്കും പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടി. നിയമത്തിൽ ജനങ്ങൾ എനിക്കൊരു അവസരം തന്നു. അവിടെ നമ്മൾ എന്താണ് കേട്ടത്? ആ സന്ദർഭത്തിലാണ് ഞാൻ ഇന്ന് കഴിഞ്ഞ 12 കൊല്ലം നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. 10 കൊല്ലം CPM ഇവിടെ ഭരിച്ച്, ആ ഭരണത്തിന്റെ സമയത്തിൽ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും ഇന്ത്യ അലയൻസിന്റെ ഒരു പങ്കാളിയായ കോൺഗ്രസ് പാർട്ടി ഈ നാടിന്റെ സാമ്പത്തിക സ്ഥിതിയെ നശിപ്പിച്ചു. അതിന്റെ ഒരു ഡോക്യുമെന്റും തെളിവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസംബ്ലിയിൽ മുമ്പോട്ട് വെച്ചത്. അത് കേൾക്കാൻ സഹിക്കാത്ത സ്ഥിതിയിൽ ഇന്നത്തെ പ്രതിപക്ഷ മുതിർന്ന നേതാവായ മുൻ മുഖ്യമന്ത്രി സ്റ്റാലിനും ഹിറ്റ്ലറും വേൾഡ് വാർ II കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു ശ്രമം നടത്തുന്നു. അപ്പോ രണ്ടുപേരും, കോൺഗ്രസും CPM-ഉം, കോൺഗ്രസ് ഇന്ത്യ ഭരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഇന്ന് കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാനയിൽ ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടി അവരെന്ത് ചെയ്യുന്നു സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നശിപ്പിക്കുന്നു. മാത്രമല്ല, സാമ്പത്തിക സ്ഥിതി നശിപ്പിച്ചിട്ടും ഇത് അവർക്ക് മനസ്സിലായിട്ടും അവര് ഇന്നും വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. സൗജന്യ യാത്ര, ഇന്ന കാര്യങ്ങളെക്കുറിച്ച് വാഗ്ദാനം കൊടുക്കുന്നു. അവർക്കറിയാം ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല, ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്ക് ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും അവര് രാഷ്ട്രീയത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു. മറുവശത്ത് 14 മുതൽ 26 വരെ നരേന്ദ്രമോദിജി ജനങ്ങൾ അവസരം കൊടുത്തു. അദ്ദേഹം ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരു കുതിച്ചുചാട്ടം, അത് ഞാൻ
ഇന്നിപ്പോ എല്ലാവരും എല്ലാ ഡേറ്റ് ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. 25 കോടി ജനങ്ങളെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക, ഈ കഴിഞ്ഞ 12 കൊല്ലം ഇന്ത്യന് മുമ്പിൽ വന്ന ചാലഞ്ചസ് ചെറിയ ചാലഞ്ചസ് ആയിരുന്നില്ല. കോവിഡ്, ചൈന ആക്രമണം ഗൽവാനിൽ, റഷ്യ യുക്രൈൻ യുദ്ധം, ഇറാൻ ഇസ്രായേൽ US യുദ്ധം. എന്നിട്ടും ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുന്നതും കാണിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനവും CPM ഭരിച്ച സംസ്ഥാനത്തിന്റെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഓരോരോ വിഷയങ്ങൾ 70 കൊല്ലമായി നമ്മളുടെ കർഷകർക്ക് വേണ്ടി കുടിവെള്ളം കിട്ടാത്ത വീടുകൾക്ക് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ്, ഇതുവരെ കിട്ടാത്ത ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ടി, ഞാൻ ഉദാഹരണമായിട്ട് പറയാണ്, അതിന്റെ ഒരു പ്രസ് റിലീസിൽ എല്ലാ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 12 കൊല്ലം ഓരോരോ വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിച്ച ഒരു നേതാവാണ് നരേന്ദ്രമോദിജി. സർക്കാരാണ് ഈ NDA സർക്കാർ. ഞാനൊരു കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഒരു 2 ദിവസം മുമ്പ് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു. അതിന്റെ ഒരു ടൈറ്റിൽ ഞാൻ കൊടുത്തത് ഇന്ത്യന് മാറ്റിയ 12 കൊല്ലം, വലിയ മാറ്റം കൊണ്ടുവന്ന 12 കൊല്ലം. ആദ്യമായിട്ടാണ് ശരിക്കും ഈ ജനാധിപത്യം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിന് വേണ്ടി ശരിക്കും അധ്വാനിക്കും പ്രവർത്തിക്കുന്ന ഒരു ഭരണശൈലിയും ഒരു ഭരണം ഇന്ത്യക്ക് കുറെ കാലം കഴിഞ്ഞിട്ട് കിട്ടുന്നത്. ജനങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധ്വാനം നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയും സർക്കാർ. ഞാനൊരു BJP-കാരനാണ്, അതുകൊണ്ട് പറയാൻ മാത്രമല്ല, ഞാൻ 8 കൊല്ലം പ്രതിപക്ഷത്തിന്റെ MP ആയിരുന്നു, 10 കൊല്ലം ട്രഷറിന്റെ MP ആയിരുന്നു. ഞാൻ 8 കൊല്ലം കോൺഗ്രസ് ഭരിച്ച സർക്കാർ കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ 12 കൊല്ലം ഇന്ത്യയിൽ വന്ന ആത്മവിശ്വാസം, ഇന്ത്യക്കാരും നമ്മൾ പുതിയ തലമുറയിൽ വന്ന ആത്മവിശ്വാസം, അത് ലോകത്തിൽ ചർച്ച ചെയ്യുന്ന ഇഷ്യൂ ആണ്. ജനങ്ങൾ ചർച്ച ചെയ്യുന്നു ലോകത്തിൽ, ഇന്ത്യയിൽ മാത്രമല്ല. ഞാനൊരു മന്ത്രിയായിരുന്നു, എനിക്കറിയാം, ഡയറക്റ്റായിട്ട് എനിക്ക് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ന് ഇന്ത്യന്റെ യുവാക്കൾ, ഇന്ത്യന്റെ സ്റ്റാർട്ടപ്സ്, ടെക്നോളജി മേഖലയിൽ ഇന്ത്യയിൽ വന്ന ഒരു ചാട്ടവും ഒരു വികസനവും, ഇതിനെക്കുറിച്ച് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ ഇതിന്റെ ചർച്ച ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ത്യൻ ടാലന്റ് ഇതിനെക്കുറിച്ച് വലിയ അഭിമാനവും ബഹുമാനവും ഉള്ളൊരു അഭിപ്രായമാണ് ലോകത്തിൽ എല്ലായിടത്തും. അപ്പോൾ ഇത് ഇങ്ങനെ ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ നാട് സംസ്ഥാനത്തിലാണ് ഏറ്റവും വിലക്കയറ്റം. സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഞാൻ അസംബ്ലിയിലും സംസാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മോശമായി ദുർബലമായ സാമ്പത്തിക സ്ഥിതി, ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ സംസ്ഥാനത്തിലാണ്. സാമ്പത്തിക സ്ഥിതി ശക്തമായില്ലെങ്കിൽ അത് എന്ത് ഐഡിയോളജി, ഏത് പുസ്തകം വായിച്ചാലോ, കാൾ മാർക്സ് വായിച്ചാലോ, വേറെ ഏതെങ്കിലും നെഹ്റുവിന്റെ ഓട്ടോബയോഗ്രഫി വായിച്ചാലോ, സാമ്പത്തിക സ്ഥിതി ശക്തമായിട്ടില്ലെങ്കിൽ, ശക്തമാക്കുന്നില്ലെങ്കിൽ ആ സർക്കാർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫെയിലാവും. അതൊരു സത്യമാണ്, അതൊരു ബേസിക് സത്യമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇലക്ഷന്റെ സമയത്ത് സൗജന്യ യാത്ര, ഇത് ചെയ്യും മറ്റേത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഫിസ്ക്കൽ സിറ്റുവേഷനാണ്. അപ്പോ 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിക്ക് ഇതൊന്നും മനസ്സിലായില്ലേ? അറിഞ്ഞില്ലേ? അറിഞ്ഞിട്ടും ഒരു വാഗ്ദാനം കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി.
നമുക്കെല്ലാവരും, ഞാൻ ഇവിടെ വന്ന് മാർച്ച് 25 വന്ന് നമ്മള് മാധ്യമ സുഹൃത്തോട് ഞാനൊരു റിക്വസ്റ്റ് അന്ന് പറഞ്ഞതായിരുന്നു. നമ്മളെ നാടിനെ ബാധിക്കുന്നത് ചില പ്രശ്നങ്ങളുണ്ട്, ഫണ്ടമെന്റൽ ഇഷ്യൂസ് ഉണ്ട്. അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. അത് ഇന്ത്യയിൽ നരേന്ദ്രമോദിജി നടപ്പിലാക്കുമ്പോൾ ഇവിടെയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. നമ്മളെ യുവാക്കളുടെ ഭാവിനെ കുറിച്ച്, തൊഴിലിനെ കുറിച്ച്, നിക്ഷേപത്തിനെ കുറിച്ച്. നമ്മൾ ഈ ഭരണനാടകം 50% 60% നമ്മൾ കവർ ചെയ്യണം. അത് കവർ ചെയ്യാണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു 40-50% നമ്മൾ ഈ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചായിരുന്നു. പക്ഷെ ഈ ഇലക്ഷന്റെ സമയത്ത് നമ്മൾ കണ്ടത് എന്താണ്? വിവാദങ്ങൾ, ഡീല്, പ്രചരണം നടത്തി, വെറുതെ ഒരു വാഗ്ദാനം കൊടുത്ത് ഒരു പാർട്ടി ജയിക്കുന്നു. ഓക്കെ, അവർ ജയിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ 12 കൊല്ലം നരേന്ദ്രമോദിജിന്റെ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്ന് പഠിക്കേണ്ടത് ഒരു കാര്യമാണ്. ജനാധിപത്യം, ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് സംസ്ഥാനത്തിലും ആവശ്യം, രാജ്യത്തിലും ആവശ്യം. ഇതാണ് 100% സത്യം. വിവാദങ്ങൾ, ഭരണനാടകങ്ങൾ, വേൾഡ് വാർ II, സ്റ്റാലിൻ, ഹിറ്റ്ലറിന്റെ കഥകൾ, ഇതെല്ലാം ഓക്കെ, ഒരു എന്റർടൈൻമെന്റ് വാല്യൂന് നമ്മൾ കേൾക്കുന്നു, കാണുന്നു. പക്ഷെ നമ്മൾ സംസ്ഥാനത്തിന് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കഴിഞ്ഞ 12 കൊല്ലം കൊണ്ടുവന്ന പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ഈ സംസ്ഥാനത്തിന്റെ ആവശ്യം. കഴിഞ്ഞ 12 കൊല്ലം ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തിക സ്ഥിതി നരേന്ദ്രമോദിജി കൊണ്ടുവന്ന ഒരു വലിയ മാറ്റം. ഞാൻ 3 ഉദാഹരണമായിട്ട് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകത്തിൽ കേരളത്തിന്റെ PSUവിനെ കുറിച്ച് ഒരു ചർച്ച നടന്നിട്ടുണ്ട്. 10 കൊല്ലം നമ്മളെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ സ്ഥിതി ഇവിടെ എന്താണ്, പിന്നെ മറുവശത്ത് നമ്മുടെ നരേന്ദ്രമോദിജി വന്ന ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിന്റെ സ്ഥിതി എന്താണ്. ഇത് നിങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കണം. ഇവിടെ നഷ്ടം ജനങ്ങളുടെ തലവേദനയായിട്ട് മാറുന്നു. അവിടെ HAL ആണോ, മാസഗോൺ ഡോക്ക് ആണോ, ഏത് പബ്ലിക് സെക്ടർ യൂണിറ്റ് ആണോ, പബ്ലിക് സെക്ടർ ബാങ്ക് ആണോ, 14 നശിച്ച് ദുർബലമായി കിടക്കുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലെല്ലാം മാറ്റിയത് നരേന്ദ്രമോദിജി സർക്കാരാണ് കഴിഞ്ഞ 12 കൊല്ലം. ഇന്ന് HAL നോക്കൂ, പബ്ലിക് സെക്ടർ ബാങ്ക്സ് നോക്കൂ, വലിയ മാറ്റം വന്നിരിക്കുന്നു. അത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ കേരളത്തിന്റെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ജനങ്ങളുടെ തലവേദനയായിട്ട് മാറ്റിയതാണ് കഴിഞ്ഞ 10 കൊല്ലം CPM സർക്കാർ. രണ്ടാമത്തേത് ഒരു ഉദാഹരണമായിട്ട് പറയാണ്, തൊഴിലില്ലായ്മ. കഴിഞ്ഞ 10 കൊല്ലം, 12 കൊല്ലം നമ്മുടെ സംസ്ഥാനത്തിൽ എന്ത് ഇൻവെസ്റ്റ്മെന്റാ വന്നിരിക്കുന്നത്? നമ്മളെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും, അത് ഉമ്മൻചാണ്ടി സർക്കാരാണോ പിന്നെ പിണറായി വിജയൻ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പക്ഷേ നരേന്ദ്രമോദിജി കഴിഞ്ഞ 12 കൊല്ലം എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എനിക്ക് കൃത്യമായി അറിയാം, നിങ്ങൾക്കും അറിയാം. വലിയ വലിയ ഫാക്ടറീസ് വരുന്നു. കോൺഗ്രസിന്റെ കാലത്ത് മാനുഫാക്ചറിംഗ് ഇന്ത്യ കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നടക്കുന്ന രഘുറാം രാജനായിരുന്നു കോൺഗ്രസിന്റെ, രാഹുൽ ഗാന്ധിന്റെ ഏറ്റവും മുതിർന്ന ഒരു സുഹൃത്ത്. ഇന്നെന്താണ്? അതേ ചൈനയുടെ ഫാക്ടറീസ് ഇവിടെ വരുന്നു. ആപ്പിൾ ആണോ സാംസുങ് ആണോ, വലിയ വലിയ ഫാക്ടറീസ് ഇന്ത്യയിൽ വരുന്നു. 1000 ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാവരുടെ അടുത്തും ഉണ്ട്. പക്ഷേ നമ്മളെ മുമ്പിൽ ഈ സംസ്ഥാനമാണോ രാജ്യമാണോ, ശരിക്കും 2 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു സാധാരണ ജനന്റെ മുമ്പിൽ ഒരു 2 ഓപ്ഷനാണ്. ഒന്ന് 65-70 കൊല്ലമായിട്ട് ആ ഒരു പഴയ ഭരണനാടകം, എന്തെങ്കിലും പറയാ, വിവാദം സൃഷ്ടിക്കുക, പക്ഷെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, വലിയ സ്പീച്ച് അടിക്കുക, റീലുണ്ടാക്കുക, പിന്നെ അസംബ്ലിയിൽ പോയിട്ട് സ്റ്റാലിനും ഹിറ്റ്ലറിനെ കുറിച്ച് പ്രസംഗിക്കുക. ഇത് ഒരു വശത്ത്. മറുവശത്ത് നരേന്ദ്രമോദിജിന്റെ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്.
10, 20, 30, 40 കൊല്ലമായി പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ അധ്വാനിച്ച് പരിഹരിക്കുക. അതിന്റെ പൊളിറ്റിക്കൽ കോസ്റ്റ് എല്ലാം നോക്കിയിട്ടല്ല, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് കൃത്യമായി ഒരു ബോധ്യം ഉണ്ടാക്കി പരിഹരിക്കുക. ഈ രണ്ട് പോളിറ്റിക്സിന്റെ, ഈ രണ്ട് രാഷ്ട്രീയത്തിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാൻ നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, കേരളത്തിൽ കോൺഗ്രസും CPM-ന്റെ രാഷ്ട്രീയം, കർണാടകയിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം, തെലങ്കാനയിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം, ഹിമാചലിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം, UP ഭരിച്ചപ്പോൾ 10 കൊല്ലം കോൺഗ്രസിന്റെ രാഷ്ട്രീയം. മറുവശത്ത് ഞാൻ പറഞ്ഞ പോലെ 12 കൊല്ലം ഇന്ത്യയെ കൃത്യമായി നന്നായി മുമ്പോട്ട് കൊണ്ടുപോയ നരേന്ദ്രമോദിജിന്റെ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. നന്ദി.